1906 ദാദാഭായ് നവറോജി പ്രസിഡന്റായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സെഷനിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നാഷണൽ ഡിമാൻഡ് സ്വരാജ് ആയിരിക്കുമെന്നുള്ളത്, അഥവാ സെൽഫ് ഗവൺമെന്റ് അച്ചീവ് ചെയ്യലാണ് ഇനി മുതൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ നാഷണൽ മൂവിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്നത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ നാഷണൽ മൂവ്മെൻറ്റും സ്വരാജ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു സെൽഫ് ഗവൺമെൻറ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1914 എന്നാണ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. അങ്ങനെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പല പ്രമാണികന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും എന്താണ് വിശ്വസിക്കുകയാണ്, നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടൻ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്വപ്നമായിട്ടുള്ള സ്വരാജ് അല്ലെങ്കിൽ എന്താണ് സെൽഫ് ഗവൺമെൻറ് എന്താണ് നമുക്ക് തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ മേലിൽ ബ്രിട്ടൻ ഇന്ത്യക്കാരോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1917 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരികയാണ്. ആ ഡിക്ലറേഷനിൽ അവർ പറഞ്ഞത് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഞങ്ങൾ എന്താണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ആസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ബ്രിട്ടീഷ്, എന്താണ് ബ്രിട്ടീഷിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ആയിക്കൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താണ് ഞങ്ങളൊരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആ ഒരു ആക്ടിലോട്ട് പോകാം. നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ക്ലാസ്സിലോട്ട് പോകാം. ആക്ട് 1919 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 1921 ഈ ആക്ട് നിലവിൽ വന്നത് എന്നുള്ളതാണ്. 1921 എന്ത് ചെയ്തു, ഈ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. ഇനി ഈ ആക്ടിൻ്റെ ഓരോരോ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ഓർത്തിരിക്കണം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ്, സെൻട്രൽ സബ്ജക്റ്റ് എന്നിങ്ങനെ 2 സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അഥവാ സെൻറ്ററിൻ്റെ പ്രൊവിൻസസിൻ്റെ മേലെയുള്ള ആ ഒരു കൺട്രോള് സ്വല്പമൊന്ന് കുറച്ചൊന്ന് എന്ത് ചെയ്തു, റിലാക്സ് ചെയ്തു. കാരണം 2 സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2 സബ്ജക്ട്സ് എന്താണ് 2 സബ്ജക്ട്സ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവന്നു. ഇനി മുതൽ എന്താ ഈ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിൻ്റെ മേലെ പ്രൊവിൻസസിന് എന്ത് ചെയ്യാം, ഒരു ഓട്ടോണോമി ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ സെൻറ്ററിന് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഈ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിൻ്റെ മേലെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണ്, സെൻട്രൽ സബ്ജക്ട്, പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്നിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിങ്ങനെ 2ആയിട്ട് തരം തിരിച്ചു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഫീച്ചറിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ അഥവാ ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ 2 എണ്ണമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നെന്താണ് ട്രാൻസ്ഫേർഡ്, ദെൻ സെക്കൻഡ് എന്താണ് റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് 2 കാറ്റഗറി എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫേർഡും റിസർവ്ഡും 2ഉം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് പ്രൊവിൻസിലെ ഹെഡായിട്ടുള്ള ഗവർണർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫേർഡിൻ്റെ കാര്യത്തിൽ ഗവർണർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനുള്ള എയ്ഡ് ആൻഡ് അഡ്വൈസസ് ഇല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഈ മിനിസ്റ്റേഴ്സ് എങ്ങനത്തെ മിനിസ്റ്റേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇവിടെ ഈ റെസ്പോൺസിബിലിറ്റി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സപ്പോസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഈ മിനിസ്റ്റർ റിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിന് മേലെ തീരുമാനമെടുക്കുന്നത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഗവർണർ ആണെങ്കിലും അതിൻ്റെ മേലുള്ള നിയമങ്ങളും മറ്റും എക്സിക്യൂട്ടീവ് ചെയ്യുന്നതും ആരാണ്, മിനിസ്റ്റേഴ്സ് ആണ്. ആ മിനിസ്റ്റേഴ്സ് എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ എന്തെങ്കിലും ഒരു ആക്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, റിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് എന്താണ് റിസർവ്ഡ് സബ്ജക്ട്സ്. ഈ റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഗവർണർ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഗവർണർ അസിസ്റ്റ് ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലും ഗവർണറും കൊണ്ടുവരുന്ന ഒരു കാര്യവും ഈ ഒരു ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റിൻ്റെ മേലെ എന്താണ് കൊണ്ടുവരുന്ന ഒരു കാര്യവും ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് ദിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഈ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്തല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലിനോട് റെസ്പോൺസിബിൾ അല്ല.
ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡയാർക്കി എന്ന് വിളിച്ചത്. ഡയാർക്കി എന്ന് വിളിച്ചത്. ഡയാർക്കി എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് ഡബിൾ റൂൾ. അപ്പോൾ എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോംസ്. ഇതാണ് സെക്കൻഡ് ഫീച്ചർ. ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് എന്താണ്, സെൻട്രൽ, പ്രൊവിൻഷ്യൽ എന്നിങ്ങനെ 2 സബ്ജക്റ്റുകളാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ആക്ടിൽ എന്താണ്, ബൈ ക്യാമറലിസം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ബൈ ക്യാമറലിസം എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എന്താണ്, ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 ഹൗസ് ഉണ്ടല്ലേ പാർലമെന്റിൽ. അത് ലോകസഭയെ നമ്മൾ ലോവർ ഹൗസ്, ഇല്ലെങ്കിൽ എന്താണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും, രാജ്യസഭനെ അപ്പർ ഹൗസ് എന്നും, ഇല്ലെങ്കിൽ എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബൈ ക്യാമറൽ സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്റ്റാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കുണ്ടായിരുന്ന ഒരു അപ്പർ ഹൗസ് അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും, ലോവർ ഹൗസ് അതിൻ്റെ പേര് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നായിരുന്നു. ഇല്ലാതെ ഹൗസ് ഓഫ് പീപ്പിൾ അല്ലായിരുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന പേരിലായിരുന്നു അന്നത്തെ ലോവർ ഹൗസ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഇതിലുണ്ടായിരുന്ന അപ്പർ ഹൗസ്, ലോവർ ഹൗസ്, ഇല്ലെങ്കിൽ എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ രണ്ടിലും, ഈ ബോത്ത് ഹൗസസിലോട്ടും ഈ 2 ഇതിലോട്ടുമുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിരുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ഇലക്ഷനിലൂടെയായിരുന്നു. എന്തായിരുന്നു, മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ സെലക്ടഡ് ത്രൂ എ ഡയറക്റ്റ് ഇലക്ഷൻ. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്നാണ് വന്നത് എന്താണ്, ഡയറക്റ്റ് ഇലക്ഷനിലൂടെയായിരുന്നു. ഇനി നമുക്ക് അന്നത്തെ ഇലക്ഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു നോക്കാം. അന്നത്തെ ഇലക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെക്കേണ്ടത്, അന്ന് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഇല്ലായിരുന്നു. അഥവാ ഒരു സെർട്ടൻ ഏജ് ആയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് വോട്ട് ചെയ്യാൻ ചില റൂൾസ് ഉണ്ടായിരുന്നു. ചില സെർട്ടൻ കാറ്റഗറി ഓഫ് പീപ്പിളിന് മാത്രമാണ് അന്ന് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളായിരുന്നു. അങ്ങനെ അന്നത്തെ ഇലക്ഷൻ, അന്നത്തെ ഫ്രാഞ്ചൈസ് ഈസ് ബേസ്ഡ് ഓൺ, ഇതൊരു 4th പോയിന്റ് ആണ് ഈ ഒരു ആക്ടിലെ, ഫ്രാഞ്ചൈസ് ബേസ്ഡ് ഓൺ ടാക്സ്, പ്രോപ്പർട്ടി ആൻഡ് എഡ്യൂക്കേഷൻ. ഈ 3 കാര്യത്തിന് ബേസ് ആയിട്ടായിരുന്നു അന്നത്തെ ഫ്രാഞ്ചൈസ് ഉണ്ടായിരുന്നത്. വോട്ട് ചെയ്യാൻ ഈ ഒരു 3 ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു: ടാക്സ്, പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ. ഇത് നോക്കിയിട്ടായിരുന്നു ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയിരുന്നത്. ഇത് ഇനി മെൻ ആയിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, ഈ ഒരു 3 കാറ്റഗറിയിലും ഈ ഒരു 3 റൂൾസ് പറയുന്നുള്ളൂ: ടാക്സ്, പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ. ഈ 3ന്റെ കാര്യത്തിലും അവർ പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മെൻ ആയാലും വുമൺ ആയാലും അന്ന് വോട്ട് ചെയ്യായിരുന്നു എന്നുള്ള. പിന്നെ നമ്മൾ 1909 മോർലി മിൻഡോ റിഫോംസിൽ നമ്മൾ, അല്ലെങ്കിൽ എന്താണ് കൗൺസിൽ ആക്ട് 1909 നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താണ് ആ ഒരു ആക്ട് എന്താണ്, കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്ന കൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് സംസാരിച്ചു. അങ്ങനെ മിൻഡോ എന്താണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു. ഈ ഒരു ആക്ടിൽ, ആ ഒരു ആക്ടിലൂടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്. ഇവിടെ ഈ ഒരു ആക്ടോട് കൂടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു 4 കാറ്റഗറിക്കും കൂടെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. ഒന്നെന്താണ്, സിഖുകാർക്ക് കിട്ടി എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ്, ഇന്ത്യൻ ക്രിസ്ത്യൻസിന് കിട്ടി. പിന്നെന്താണ്, ആംഗ്ലോ ഇന്ത്യൻസിന് കിട്ടി. ദെൻ നെക്സ്റ്റ് ആർക്കാണ്, യൂറോപ്യൻസിന് കിട്ടി. ഈ ഒരു 4 കാറ്റഗറിക്കും കൂടെ ആ ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്കും എന്താണ് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഇതിലൂടെ കിട്ടി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഫ്യൂച്ചറിലോട്ട് നമുക്ക് പോകാം. വൈസ്രോയ്ക്ക് അന്നൊരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. വൈസ്രോയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. നമ്മൾ 1909 മോർലി മിൻഡോ റിഫോമിൽ സംസാരിച്ചു. സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് പ്രവേശിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ആക്ടോട് കൂടെ വൈസ്രോയിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള ടോട്ടൽ 6 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സും ഇന്ത്യക്കാരാവണമെന്ന് പറഞ്ഞൊരു ആക്റ്റാണിത്. 6 മെമ്പേഴ്സ് ഉണ്ട്. 6 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സ് എന്താവണം, ഇന്ത്യക്കാരാവണം എന്നുള്ളൊരു നിയമം കൂടെ, ഒരു വ്യവസ്ഥ കൂടെ ഈ ആക്ടിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ എന്ന ഒരു പുതിയൊരു പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള. ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ എന്നൊരു പുതിയ ഒരു ഓഫീസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഓഫീസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വരെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ
നിർവഹിച്ചിരുന്ന ചില ദൗത്യങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു പോസ്റ്റിന് ഇല്ലെങ്കിൽ എന്താണ് ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടനിലോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇനി മുതൽ സെർട്ടൈൻ ചില കൃത്യങ്ങൾ എന്താവും അദ്ദേഹം നിർവഹിക്കുമെന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ വരെ എന്തായിരുന്നു സെൻട്രലായിരുന്നു ബജറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇനി മുതൽ പ്രൊവിൻസസിന് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ബജറ്റ്സ് എന്ത് ചെയ്യാം എനാക്ട് ചെയ്യാം. പ്രൊവിൻസസിന് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ബജറ്റ്സ് എന്ത് ചെയ്യാം ഇനാക്ട് ചെയ്യാം എന്നുള്ളതാണ്. പ്രൊവിൻസസിന് ബജറ്റ് എനാക്ട് ചെയ്യാനുള്ളൊരു അധികാരം കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു ആക്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബജറ്റുകൾ എന്ത് ചെയ്യാം കൊണ്ടുവരാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ ഈ ആക്ട് പറയുകയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരണമെന്ന്. അങ്ങനെ 1926 എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരികയാണ് ഫോർ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്പോയിൻമെന്റ് ഓഫ് സിവിൽ സർവൻസ് ഇൻ ഇന്ത്യ. സിവിൽ സർവൻസിന്റെ അപ്പോയിൻമെന്റ്സിനും റിക്രൂട്ട്മെന്റിനും വേണ്ടിയിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു വ്യവസ്ഥ ഈ ഒരു ആക്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ 1926 എന്താണ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ നിയമിക്കുകയാണ് ഈ ഒരു ആക്ട് പ്രകാരം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ എന്താണ് നിയമിക്കുകയാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ആക്ട് എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയുമാണ് ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു സെൻട്രൽ സബ്ജക്ട്സ് ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്നിങ്ങനെ വേർതിരിച്ചു. അങ്ങനെ ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിന്റെ മേലെ ഇനി നിയമങ്ങൾ കൊണ്ടുവരാനുള്ള കംപ്ലീറ്റ് ഓട്ടോണോമി ആർക്കുണ്ട് പ്രൊവിൻസസിനുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു സംസാരിച്ചൊരു കാര്യം ഇന്ത്യയിൽ ഡയാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണെന്നുള്ള. ഡയാക്കി എന്താ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫേർഡ് റിസർവ്ഡ് എന്നിങ്ങനെ ആക്കിയിട്ട് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫേർഡിന്റെ മേലെ മിനിസ്റ്റേഴ്സ് ഹു ആർ റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് അവരെന്താകും നിയമങ്ങൾ കൊണ്ടുവരും, ഗവർണർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. എന്നാൽ റിസർവിന്റെ മേലെ ഗവർണറും അവരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും തീരുമാനിക്കും. അതിൻ്റെ മേലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതല്ലായിരുന്നു. അതായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സംസാരിച്ചു ആദ്യമായിട്ട് ഇന്ത്യയിൽ ബൈക്യാമറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് 1919 ആക്ട് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ സംസാരിച്ചൊരു ഫീച്ചർ അന്നത്തെ ഇലക്ഷൻസ് ഫ്രാഞ്ചൈസ് എന്ത് ബേസ് ചെയ്തിട്ടായിരുന്നു ടാക്സ് പ്രോപ്പർട്ടി എഡ്യൂക്കേഷൻ ഈ ഒരു 3 കാര്യം ബേസ് ചെയ്തായിരുന്നു. ഈ ഒരു 3 കണ്ടീഷനും ബാധിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനും എന്ത് ചെയ്യായിരുന്നു വോട്ട് ചെയ്യായിരുന്നു ഉള്ളതാണ്. അങ്ങനെ ആദ്യമായിട്ട് എന്താണ് വുമന് അഥവാ സ്ത്രീക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത് ഈ ഒരു ആക്ടിലൂടെയാണെന്നുള്ള. നെക്സ്റ്റ് അടുത്ത കാര്യം നമ്മൾ പറഞ്ഞത് എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെ ആരോടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 6 മെമ്പേഴ്സിൽ 3 പേര് ഇന്ത്യക്കാരാവണം എന്നുള്ള ഒരു നിയമം ഈ ഒരു ആക്ട് കൊണ്ടുവന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് സിഖ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ് എന്നിവർക്കും കൂടെ ആ ഒരു കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്താണ് ലഭിക്കുകയാണ് ഈ ഒരു ആക്ടിലൂടെ. ദെൻ അടുത്തത് പ്രൊവിൻസസിന് എന്ത് ചെയ്യാം ബജറ്റ്സ് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് ബജറ്റ്സ് കൊണ്ടുവരാം. ആദ്യമായിട്ട് പ്രൊവിൻഷ്യൽ ബജറ്റിനെ സെൻട്രൽ ബജറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത ആക്ട് ഈ ഒരു ആക്ടാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു അനുമതി ഒരു ആക്ടിലൂടെ കിട്ടുകയാണ്. അങ്ങനെ 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളതാണ്. എന്തിനാണ് സിവിൽ സർവൻസിന്റെ റിക്രൂട്ട്മെന്റ്സിനും അപ്പോയിന്റ്മെന്റ്സിനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്നത്. പിന്നെന്താണ് ഒരു 10 മെമ്പർ ബോഡി അപ്പോയിന്റ് ചെയ്തു. ആ ഒരു ബോഡി എന്താണ് 10 വർഷത്തിൽ എന്താണ് ഈ ഒരു ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ഇൻ ലണ്ടൻ എന്നാണ്. അന്നേ വരെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ നിർവഹിച്ച ചില കർത്തവ്യങ്ങൾ ഇദ്ദേഹത്തിലോട്ട് പോയി എന്നുള്ളതാണ്. ഇത്രയുമാണ് ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോം അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഡെഫിനറ്റ് ആയിട്ട് ഓർത്തിരിക്കണം. നിങ്ങൾ എന്തായാലും ഈ ഒരു ഡയാക്കി ബൈക്യാമറലിസം അതുപോലെ തന്നെ ആദ്യമായിട്ട് സെൻട്രൽ ബജറ്റിൽ നിന്നും പ്രൊവിൻഷ്യൽ ബജറ്റിനെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും എന്താണ് ഓർത്തു വെക്കണം. അന്നത്തെ ഫ്രാഞ്ചൈസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്ത് ബേസ് ആയിട്ടായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയിരുന്നത്, ടാക്സ്, പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ. ഈ ഒരു 3 പോയിന്റ്സും ബാക്കിയെല്ലാം ഓർമ്മയിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു 3 പോയിന്റ്സ് എന്നാണ് ഇമ്പോർട്ടൻസ് ആണ്. ഡയാക്കിയും ബൈക്യാമറലിസും ബജറ്റിംഗ് സിസ്റ്റവും അതെന്തായാലും നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം എന്നുള്ള. നെക്സ്റ്റ് ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ബ്രിട്ടീഷിന്റെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ ഭാഗമായിരുന്നു ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോം. എന്താണ് ഈ 1919 ഫെബ്രുവരിയിലാണ് റൗലത്ത് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൗലത്ത് ചെയ്തു. റൗലത്ത് ആക്ടിലൂടെ ബ്രിട്ടൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് ആരെങ്കിലും അവരുടെ എതിരെ നിൽക്കുന്നവരെ ഒരു വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം, ഒരു ട്രയൽ ഇല്ലാതെ അവർക്ക് ഡീറ്റൻഷനിൽ വെക്കാം, അവർക്ക് ജയിലിലിടാം, തുറങ്കലിലിടാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ഒരു ആക്ടിന്റെ എതിരെ പല പ്രതിഷേധങ്ങളും നടക്കുകയാണ്. അങ്ങനെ അതെന്തായിരുന്നു അവരുടെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ സ്റ്റിക്കായിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ള റൗലത്ത് ആക്ടിനെ ഈ മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോംസിലെ ക്യാരറ്റ് ആയിട്ടും. ആക്ച്വലി ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇഡിയമാണ്. ഈ ഒരു ഇഡിയത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഈ ഒരു ബ്രിട്ടന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സെനാരിയോ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോമുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവർക്ക് അവർക്ക് ഓക്കെയാണ്, അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ബ്രിട്ടനിൽ ചിലപ്പോൾ റിവാർഡ്സ് കിട്ടും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് എൻട്രി ചെയ്യാം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇതാക്കാന്നുള്ളതാണ്. ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോമായിട്ട് പൊരുത്തപ്പെട്ടാണെങ്കിൽ ആരെങ്കിലും ഇതിന് ഓപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റൗലത്ത് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ആക്ട് പ്രകാരം ഞങ്ങളൊരു വാറണ്ടൊന്നും ഇല്ലാതെ വന്നിട്ട് അറസ്റ്റ് ചെയ്യും, അതുപോലെ ഒരു ട്രയൽ ഇല്ലാതെ നിങ്ങളെ ജയിലിലിടും. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോം ബ്രിട്ടന്റെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ബ്രിട്ടീഷ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തരുമെന്ന് വിചാരിച്ച ഇന്ത്യക്കാർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ത്യക്കാർ പ്രതീക്ഷിച്ച പോലെ ഒന്നും വലിയ ഒരു മാറ്റങ്ങളൊന്നും ഈ ഒരു ആക്ടിലൂടെ അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് ഈ ഒരു മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോം 1919 അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പോൾ ഇത് നമ്മുടെ 4th പാർട്ടാണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.